നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ നേരെ ചാടിക്കടിക്കാൻ വന്നതേ നിന്റെ അനുപമയും തമ്മിൽ അകറ്റിയത് ഞാനാണെന്നും പറഞ്ഞോണ്ടാ. എന്റെ മുഖത്ത് നോക്കി അവൻ അത്രയും പറയണമെങ്കിലേ അതിന്റെ പിന്നിൽ അനുപമയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോയത്. ഈ വീട്ടിലുണ്ടായിരുന്ന മൂദേവി വീടൊഴിഞ്ഞു പോയി. ഇതിപ്പോ എന്റെ വീടാ. രവി ഇന്നിവിടെ വന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അവൻ ഇനിയും വരും. വിളിച്ചു വരുത്തും ഞാൻ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യും. ദേ അവളുടെ ഓരോ വാക്കിലും ഭാവത്തിലും ഭീഷണിയായിരുന്നു ഇന്ദ്ര. നീ ആ വീട് കൂടെ അവൾക്ക് സ്വന്തമായ നിന്നെ എന്നെയും വഴിയിൽ കണ്ട പരസ്യമായി പിടിച്ചു നിർത്തി അപമാനിക്കാൻ അവൾ മടിക്കില്ല. അതുകൊണ്ടേ അനന്തമാഷ വീട് വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെയെങ്കിലും തടയണം ഇന്ദ്ര. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇന്ദ്രേട്ടാ ചായ. സോന കുറച്ചു മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഓ, അവളവളുടെ അമ്മായിപ്പനെ പരിചരിക്കാൻ പോയതല്ലേ? ഇന്നും വരില്ലെന്ന് പറയാനായിരിക്കും വിളിച്ചത്. എന്നോടങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. വിളിച്ച കാര്യം അമ്മയോട് പറയാൻ പറഞ്ഞു. അമ്മ ഫ്രീ ആകുമ്പോ സോനയൊന്ന് വിളിച്ച. ഓ, അത് എനിക്കറിയാം. നീ പറയണ്ട. അവൾ എന്റെ മോളല്ലേ. വിളിക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇതെന്താ, എനിക്ക് കഴിക്കാനുള്ളത് കിച്ചണിൽ നിന്ന് എടുത്തില്ലേ? ശരി, ഞാൻ പോയി എടുത്തോളാം. അവിടെ ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എനിക്കൊരു വിലയും തരാത്ത ആൾക്ക് വേണ്ടി ഞാനെന്തിനാ ആഹാരം ഉണ്ടാക്കി വെക്കുന്നേ? ഓ, പ്രതികാര നടപടിയായിരുന്നോ? കുഴപ്പമില്ല. ഒരു ദിവസം അത്താഴം കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി മുതലേ അവനവന് വേണ്ട ആഹാരം അവനവൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം. എനിക്കാരും താങ്ങേണ്ട ഒരു കാര്യമില്ല. നിനക്ക് വയ്യാത്ത ചില ദിവസങ്ങളിലേ ഞാനാ ഈ വീട്ടിലെ ആഹാരം മുഴുവൻ ഉണ്ടാക്കാറ്. അപ്പോ അതും വേണമെന്നാണോ? അതെ, എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആദ്യം നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കണം ഹർഷേ. ആ സുശീൽ ആന്റി ആയിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ എത്ര കാലമായിട്ട് ഞാൻ നിന്നോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ നീ അത് അവസാനിപ്പിച്ചോ?
ആ ഞാൻ ആന്റിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാത്തോണ്ടാവും നിങ്ങൾ അനുപമയായിട്ടുള്ള കൂട്ടുകെട്ട് ആരംഭിച്ചതല്ലേ? ആ ഒന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? സുശീലാന്റിയെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് നിങ്ങൾ ഇത്ര കർശനമായിട്ട് പറയാൻ കാരണം അനുപമയല്ലേ? അനുപമയോ? അവൾക്കിതിലെന്താ കാര്യം? അവള് നിങ്ങളോട് എനിക്കും സുശീലാന്റിക്കും എതിരെ പലതും പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകിൽ ഫോണിൽ അല്ലെങ്കിൽ നേരിട്ട്. കുറെ നാളായി നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ഗൂഢാലോചന കൊള്ളാം. ഞങ്ങൾക്കെതിരെ ഉദ്ദേശിച്ചത് ആരെയൊക്കെ ചേർത്താ? നീയും സുശീലാന്റിയും മാത്രമാണോ അതോ ഇന്ദ്രനും ഉണ്ടോ? ഇന്ദ്രൻ പെടാതിരിക്കില്ലല്ലോ. അവനെ ഉപേക്ഷിച്ച് ജീവിക്കാമെന്ന് അവക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങളല്ലേ? ഏതായാലും പുതിയ ഉപദേശകന്റെ പിൻബലത്തിൽ അനുപമ കൂടുതൽ കരുത്താർജിച്ചു വരുന്നുണ്ട്. എവിടം വരെ പോവുമെന്ന് കാണാൻ കാത്തിരിക്കുക ഞാൻ. കൊള്ളാം. പ്രതിരോധിക്കാനുള്ള പരിച സ്വയം സങ്കല്പിച്ചുണ്ടാക്കുക. പാവം. ഇതെന്താ സത്യേട്ട, സോന വന്നില്ലേ? ഇല്ല, അവർക്ക് മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് റെഡിയായി. നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്താൽ അവർ ഒരുമിച്ച് അങ്ങോട്ട് മാറും. ഇടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാവും മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഫ്ലാറ്റ് നോക്കിയതല്ലേ? അതെ, 2-3 മാസമെങ്കിലും നന്നായി ശ്രദ്ധിക്കേണ്ടി വരും. അതാ പിന്നെ സോനയും കൂടെ അവിടെ നിൽക്കാന്ന് വിചാരിച്ചത്. ആ സുന്ദരത്തിന്റെ ഒരു ഭാഗ്യേ. ലോക ഉടായിപ്പായി നടന്നിട്ടും വയ്യാത്ത കാലത്ത് നോക്കാൻ മോനും മരുമകളും ഉണ്ടായില്ലേ?